ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കഷ്ടകാലം ഇനിയും അവസാനിച്ചിട്ടില്ല. ലീഗിൽ സ്വന്തം കാണികളുടെ മുന്നിൽ ടോട്ടനം ഹോട്ട്സ്പറിനെ നേരിട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എതിരില്ലാത്ത 3 ഗോളുകളുടെ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഈ തോൽവി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകൻ ടെൻഹാഗിന്റെ ജോലിയിലുള്ള സമ്മർദ്ദം ഇനിയും കൂട്ടുമെന്ന് ഉറപ്പാണ്. വളരെ മോശം രീതിയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം ആരംഭിച്ചത് തന്നെ. മത്സരത്തിന്റെ 2-ാം മിനിറ്റിൽ തന്നെ അവർ ഗോളും വഴങ്ങി. ബ്രണ്ടൻ ജോൺസണിലൂടെയാണ് ടോട്ടനം ഗോൾ കണ്ടെത്തിയത്. സെന്റർ ബാക്ക് വാൻഡേവൻ നടത്തിയ ഒരു റണ്ണിനൊടുവിൽ നൽകിയ പാസ് സ്വീകരിച്ച് ഒരു ടാപ്പിനിലൂടെ ജോൺസൺ ഗോൾ അടിക്കുകയായിരുന്നു. ആദ്യ പകുതിയുടെ അവസാനം ഒരു വിവാദ ഡിസിഷനിലൂടെ ബ്രൂണോ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. ഇതോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 10 പേരായി ചുരുങ്ങി. 2-ാം പകുതിയുടെ തുടക്കത്തിൽ കുളുസുവെസ്കിയിലൂടെ ടോട്ടനം ലീഡ് ഇരട്ടിയാക്കി. ഇതോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏതാണ്ട് പരാജയം ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു. ടോട്ടനം കടുത്ത ആക്രമണം അഴിച്ചുവിട്ടതോടെ വലിയ നാണക്കേട് ഒഴിവാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രതിരോധത്തിൽ ഊന്നിക്കളിച്ചു. എങ്കിലും ഫലമുണ്ടായില്ല. 78-ാം മിനിറ്റിൽ സൊളാങ്കി കൂടി ഗോൾ നേടിയതോടെ സ്പർസിന്റെ ലീഡ് 3-ആയി ഉയർന്നു. ഒപ്പം ടോട്ടനത്തിന്റെ വിജയവും യുണൈറ്റഡിന്റെ പരാജയവും ഉറപ്പിക്കുകയും ചെയ്തു. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 6 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ടേബിളിൽ അവർ 12-ാം സ്ഥാനത്താണ്. 2 മത്സരങ്ങൾ മാത്രം വിജയിച്ചപ്പോൾ 3 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടു. ശേഷിച്ച 1 മത്സരം സമനിലയുമായി. ഈ സീസണിൽ കളം പിടിക്കുന്നതിനായി നല്ലപോലെ കാശിറക്കി വമ്പൻ ട്രാൻസ്ഫറുകൾ നടത്തിയെങ്കിലും മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞില്ല. നിലവിൽ 10 പോയിന്റുമായി ടോട്ടനം 8-ാം സ്ഥാനത്താണ്.